ഗൈസ്, ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഇന്ന് രാജ്യമെമ്പാടും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ്. അതിനിടയിൽ നമുക്കൊരു ക്വിസ് പ്രോഗ്രാം ആയല്ലോ. ഹായ്, പേരെന്താ മോളെ? പൂജ. മോളെ പേരെന്താ? ലിസ. അപ്പൊ ഞങ്ങൾ ജിടെക് എന്നാണ് കേട്ടോ വരുന്നത്. ഞങ്ങളൊരു ചെറിയൊരു ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ തരാം കേട്ടോ. ചോദിക്കട്ടെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഏതാണ്? ഡു ഓർ ഡൈ സമരം. ഡു ഓർ ഡൈ അതന്നെ. അത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഏതാണ്? അറിയില്ല. ഓക്കെ, താങ്ക് യു. ചേച്ചി പേരെന്താ? ചേച്ചിന്റെ പേരെന്താ? ഓക്കെ, ഞങ്ങൾ ജിടെക് നാട്ടാ വരുന്നത്. നമ്മൾ ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ് എനിക്ക് ആൻസർ ചെയ്യാം കേട്ടോ. ഈ വർഷം നമ്മൾ എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ആഘോഷിക്കുന്നത്? റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ന്യൂഡൽഹിക്ക് മുമ്പ് നമ്മുടെ ആസ്ഥാനം ഏതായിരുന്നു ഇന്ത്യയുടെ? ന്യൂഡൽഹി ഇപ്പൊ അല്ലേ റീസെന്റ്? അല്ല, അതിനു മുൻപ് ഒരു ആസ്ഥാനം ഉണ്ടായിരുന്നല്ലോ ഇന്ത്യക്ക്. കൊൽക്കത്ത ആട്ടോ ആൻസർ. പേരെന്താ മോനെ? ഞങ്ങളൊരു ക്വിസ് പ്രോഗ്രാം ആണ് ജിടെക്കിന്റെ കേട്ടോ. അപ്പൊ ഞങ്ങള് അറിയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണെങ്കിൽ പറയും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ചോദ്യം ഇതാണ്. അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഉരുക്കു മനുഷ്യൻ, അയൺ മാൻ ഓഫ് ഇന്ത്യ. അല്ല, ഒരു ഓപ്ഷൻ കൂടി തരാം, ഒരു ചാൻസ് കൂടി തരാം. ഒന്ന് ചിന്തിച്ചാ കിട്ടും. പോപ്പുലർ ആയ ആളാണ്. ആ, അല്ല. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി. ജയ് ഹിന്ദ്, അതും പോപ്പുലർ ആയ ഒരാളാണ്. ക്ലൂ ഒന്നുമില്ല. അറിയില്ല. ഓക്കെ, ഒറ്റ ക്വസ്റ്റിനോട് ചോദിക്കാം. സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? കമോൺ, കിട്ടും പറയണം. സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആര്? ഇല്ല. ഹായ് ചേച്ചി. എന്താ പേര് ചേച്ചിയുടെ? ഷീബ. ഓക്കെ, ഞങ്ങൾ ജിടെക് എന്നാണ് കേട്ടോ. നമ്മളൊരു ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ജിടെക്കിന്റെ. അപ്പം നിങ്ങൾക്ക് അറിയുന്നതാണ് ആൻസർ ചോദിക്കട്ടെ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഏതാണ്? സമരം. ക്വിറ്റ് ഇന്ത്യ. റൈറ്റ് ആൻസർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസമാണ്? ദിവസം, ഡേ. ഓപ്ഷന് ഓക്കെ. വ്യാഴം, ശനി, വെള്ളി. ഓക്കെ, വെള്ളി ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി. അതിർത്തി ഗാന്ധി. ഇല്ല, അത് പറഞ്ഞു ഞാൻ ശരിയാവില്ല. ആ യെസ്, കറക്റ്റ്. ഓക്കെ ചേച്ചി. അപ്പൊ 3 എണ്ണത്തിന് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടോ. ഇനി 2 എണ്ണത്തിന് കൂടി ആൻസർ പറഞ്ഞാല് സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ, എളുപ്പമുള്ള ചോദിക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി. ഗോഖലെ. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പൊ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനും കൂടി ആൻസർ ചെയ്താല് നമ്മളെ വിന്നറായി. ഓക്കെ, ഇപ്പൊ അതായത് ഇന്ന് നമ്മൾ എത്രാമത്തെ അപ്പൊ ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥി എന്ന് പറയുന്നത് ചേച്ചിമാരാണ്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രൈസ് നമ്മൾ കൊടുക്കാൻ പോവാണ്.
കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.